ഞങ്ങൾ റെനോവേഷൻ ഈ ബിൽഡിംഗ് എടുക്കുന്നതിന് മുന്നേ ഇത്രയും ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നോർമലി ഞാൻ സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്, ഇതുപോലെ നമുക്ക് ഈ നമ്മളെ റൂമിൻ്റെ ഒക്കെ വോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രക്ചർ ബലപ്പെടുക്കുമോ, അത് സ്ട്രോങ് ആയിരിക്കുമോ, അത് ശരിയാവോ ഇല്ലയോ, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ റിനോവേഷൻ ചെയ്യുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അത് ഞാൻ പറയാം, ഇവിടെയും ഒരുപാട് ടാസ്ക് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉള്ള കാര്യങ്ങൾ ഈ ബിൽഡിങ്ങിലുണ്ട്. ഞങ്ങൾ ഈ റെനോവേഷൻ ഈ ബിൽഡിംഗ് എടുക്കുന്നതിന് മുന്നേ ഇത്രയും ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മളിത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് ചെല്ലുമ്പോഴാണ് നമുക്കിത് പലതും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രശ്നം നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആക്ച്വലി അതിൻ്റെ ഒരു പെർഫെക്റ്റ് കാര്യത്തിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇവിടെ എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം, ഇതൊരു ചെറിയ ലിവിങ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്, മീൻസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഒരു ഫുൾ വലിയ ഒരു ബിഗ് ഹോളായിട്ട് വേണം. ആ സ്റ്റെയർ മാത്രം അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബാക്കി ഇതെല്ലാം ഒരു ഫുൾ ഹോൾ. അപ്പം നമുക്ക് ഇതിനകത്തുള്ള എല്ലാ റൂംസും എല്ലാം മാറ്റിയാൽ മാത്രമേ അത്രയും വലിയൊരു ഹോളായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ മുകളിൽ തന്നെ ഇതേപോലെ ബെഡ്റൂംസ് മുകളിൽ നിൽക്കുവാണ്. അപ്പോൾ അത്രയും വെയിറ്റ് അതിൻ്റെ മുകളിലുണ്ട്. താഴെ ഇത്രയും വലിയൊരു ഹോളായിട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെ നമുക്ക് ബലപ്പെടുത്താം, ഇതൊക്കെയാണ് ഈ ഒരു റെനോവേഷൻ്റെ ഏറ്റവും വലിയ ഒരു റിസ്ക് ആയിട്ടുള്ള ജോബ്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം ഉള്ളത്. ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു ബെഡ്റൂം ആയിരുന്നു, നമ്മുടെ ഈ ഒരു ഭാഗം ബെഡ്റൂം ആയിരുന്നു. ആക്ച്വലി ഈ വീഡിയോ, ഞാൻ ഈ എടുക്കുന്ന വീഡിയോ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വോളൊക്കെ മാറ്റുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആക്ച്വലി ഇവിടുത്തെ ഒരു വോൾ എടുത്ത് മാറ്റിയ സമയത്ത് ഞാനൊരു പ്ലിന്ത് ബീം ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ പ്ലിന്ത് ബീം ഞാൻ കൊടുത്തേക്കുന്ന സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അത് 20-യും 16-നും mm തിക്നെസ് ഉള്ള സ്റ്റീൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പ്ലിന്ത് ബീം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ഡോറുണ്ട്. ഇതിൻ്റെ അകത്ത് പഴയ പ്ലിന്ത് ബീമുണ്ട്, ഇങ്ങോട്ട് പ്ലിന്ത് ബീം ഇല്ല. ഇത് കാരണം ഇവിടെ നോർമലി ഒരു വാള് മാത്രമേ, നോർമലി അവർ റബ്ബർ വെച്ചൊരു ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഇത് പഴയ ബെൽറ്റാണ്. അപ്പോൾ നമ്മൾ ആ ബെൽറ്റിൻ്റെ കൂടെ ഈ പറയുന്ന ഒരു പുതിയ പ്ലിന്ത് ബീം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പുതിയ വാള് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാള് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ വാളിനെ മാറ്റുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വലിയൊരു സിറ്റൗട്ടായിട്ട് മാറും, ഇത്രയും വലിയൊരു സിറ്റൗട്ടായിട്ട് മാറും. അപ്പോൾ ഈ വാള് മാറുമ്പം ഈ വാളിൻ്റെ മുകളിൽ അടുത്ത ബെഡ്റൂമിൻ്റെ വാളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ആ വെയിറ്റ് അതിനെ സ്ട്രെങ്തൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ വാള് മാറ്റുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പുതിയ ബീം കൊണ്ടുപോകണം. അത് മാത്രമല്ല, ഈ വാള് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ഈ വിൻഡോ എല്ലാം മാറും. ഈ വിൻഡോ നേരെ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഈ കോർണറും ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ ഒരു ഫുട്ടിംഗ് ഒക്കെ ചെയ്ത് ഒരു പില്ലറിനെ ഇവിടെ കൊണ്ട് ആഡ് ചെയ്തേക്കുക. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് റിസ്കി ആയിട്ടുള്ള ജോബാണ്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ ആ വെയിറ്റിനെ കറക്റ്റായിട്ട് എങ്ങനെ ബാലൻസ് ചെയ്യാം, എങ്ങനെ ഫിക്സ് ചെയ്യാം, എങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ അത് വർഷങ്ങളോളം അങ്ങനെ നിൽക്കത്തുള്ളൂ.